ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു അതിഥിയെക്കുറിച്ചാണ്. അതിഥി എന്നതിൽ കൂടുതൽ അതിന് മലയാളികൾ കൊടുത്ത സ്വീകരണമാണ് എന്നെ ചിന്തിപ്പിച്ചത്. ഈ പറയുന്നത് മറ്റാരെയും കുറിച്ചല്ല, കൊറോണ കാലത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഒരു പുസ്തകം, ഇക്കിഗായ് എന്നാണ് നാമം. ഈ പുസ്തകം സംസാരിക്കുന്നത് ജപ്പാനിലെ ജനങ്ങളുടെ സന്തോഷകരമായ ജീവിതത്തിൻ്റെയും ദീർഘായുസിൻ്റെയും സീക്രട്ട് എന്താണ് എന്നതിനെക്കുറിച്ചാണ്. 2017 ഓഗസ്റ്റിൽ പബ്ലിഷ് ചെയ്തതാണ് ഈ പുസ്തകം. ഇക്കി എന്ന വാക്കിന് ലൈഫ് എന്നും ഗായി എന്ന വാക്കിന് പർപ്പസ് അഥവാ ഉദ്ദേശ്യം എന്നുമാണ് അർത്ഥം. ഈ പുസ്തകത്തിൻ്റെ വർണ്ണനകൾ പലയിടങ്ങളിൽ നിന്നും കേട്ടതിനാലാവാം ഞാനും വാങ്ങി വരണം. ദോഷം പറയരുതല്ലോ. ജാപ്പനീസ് ജീവിതത്തെപ്പറ്റി അറിഞ്ഞപ്പോൾ കൊതി തോന്നിപ്പോയി. എങ്കിലും മലയാളി തന്നെ എന്നും ചിന്തിച്ചു പോയി. ജപ്പാനിൽ ജീവിത നിലവാരം ഉയരാൻ ആവശ്യമായ എന്തെല്ലാമാണ് ഉള്ളത്, അവയിൽ കൂടുതലും റിസോഴ്സസും അവസരങ്ങളും നമ്മൾ മലയാളികൾക്കാണ് ഉള്ളതെന്ന് തോന്നിപ്പോയി. പ്രശ്നം ചിന്താഗതിയുടേത് മാത്രമാണ്. നമുക്ക് അവരുടെയും നമ്മുടെയും ജീവിത രീതികളിലേക്ക് ഒരു കടന്നുകയറ്റം നടത്തി നോക്കിയാലോ? എല്ലാവരും ഇങ്ങനെയാണെന്നല്ല, പക്ഷേ ഭൂരിഭാഗം പേരും ഇങ്ങനെ തന്നെയാണെന്ന് സമ്മതിച്ചു തന്നേ പറ്റൂ. ഇക്കിഗായ് എന്ന ബുക്കിനെ 10 പോയിന്റുകളായി സംഗ്രഹിച്ച് നമുക്ക് ലൈഫ് സ്റ്റൈലുകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. അവരുടെ ആരോഗ്യകരമായ അവസ്ഥയും നമ്മുടെ ആരോഗ്യത്തോടുള്ള അശ്രദ്ധയും എത്ര വലുതാണെന്നത് നിസ്സാരമായി ഈ പുസ്തകവായനയ്ക്ക് ശേഷം മനസ്സിലാകുന്നതാണ്. ജീവിതത്തിലെ എന്ത് കാര്യങ്ങളായാലും അവർ സന്തോഷത്തോടെ ചെയ്യാൻ ശ്രമിക്കുമെന്നതാണ് ജപ്പാൻകാരുടെ മുഖമുദ്ര. ഒരു പുഞ്ചിരി എപ്പോഴും മുഖത്ത് മായാതെ തെളിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരോടും പ്രസന്നമായി മാത്രം ഇടപെടാനും എല്ലാവരെയും ബഹുമാനിക്കാനും ചെറുപ്പകാലം മുതൽ അവർക്ക് കൃത്യമായ പരിശീലനം കിട്ടുന്നുണ്ട്. ഇത് പഴയ കാലത്തെ കഥയല്ല, ഇന്നും തുടരുന്ന ക്രമം തന്നെയാണ്. നമ്മുടെ കാര്യമോ? കുട്ടികളെ കൂട്ടുകാരെ പോലെ വളർത്തുന്നു. തെറ്റല്ല കേട്ടോ. എന്നാൽ ഇനി പറയുന്നതാണ് പ്രശ്നം. എടാ പോടാ ബന്ധമാണ് മിക്കവർക്കും മക്കളും മാതാപിതാക്കളും തമ്മിൽ. ബഹുമാനം എന്താണെന്നോ എന്തിനു നൽകണമെന്നോ അറിയാത്ത മക്കൾ. തൻ്റെ ഇഷ്ടങ്ങളും വാശികളും മാതാപിതാക്കളെ കൊണ്ട് എങ്ങനെ അനുസരിപ്പിക്കണം എന്ന് വ്യക്തമായി അറിഞ്ഞു വെച്ചിരിക്കുന്ന ബുദ്ധിയുള്ള ബാല്യം. ഇവിടെ തുടങ്ങുന്നു വ്യത്യാസം. നമ്മൾ മലയാളികൾ ജപ്പാൻകാരുടെ ആരോഗ്യവും പ്രായമായാലും പ്രകടമാകാത്ത നിറസൗന്ദര്യവും കണ്ട് കണ്ണു തള്ളിയിരിക്കുന്നു. ഇരുന്നും കിടന്നും മറ്റുള്ളവരുടെ ദിനചര്യകളെ സാഹോദം നോക്കിക്കാണുന്നു. എന്നാലോ നമ്മുടെ ആരോഗ്യ പരിപാലനത്തിലേക്ക് ഒരു പടി വയ്ക്കാൻ നാം തിരഞ്ഞെടുക്കാറുള്ള ഏക വാക്ക് എന്താണെന്നോ? നാളെ ആവട്ടെ, ഉറപ്പായി നാളെ തുടങ്ങും. എന്താ ശരിയല്ലേ? ജപ്പാൻകാർ എപ്പോഴും ആക്റ്റീവായിരിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. റിട്ടയർമെന്റ് എന്ന വാക്ക് അവരുടെ നിഘണ്ടുവിലില്ല എന്ന് വേണം പറയാൻ. ഒഫീഷ്യലായി അവർ റിട്ടയർ ആകേണ്ട പ്രായത്തിൽ ജോലിയിൽ നിന്ന് വിരമിച്ചേക്കാം. എന്നാൽ മറ്റു പല തൊഴിലുകളും കണ്ടെത്തി അവർ എപ്പോഴും പ്രവർത്തന നിരതരായിരിക്കാൻ ശ്രദ്ധിക്കും. എന്നാൽ നമ്മൾ മലയാളികൾക്ക് റിട്ടയർ ആവുക എന്ന് പറഞ്ഞാൽ പേജ് തീർന്ന ബുക്ക് പോലെയാണ്. ഇനി ഒരു പുതിയ ബുക്കിനെ പറ്റി ചിന്തിക്കാനും ആവില്ല, അതുകൊണ്ട് തന്നെ ഒന്നും എഴുതാനുമാവില്ല. അങ്ങനെ വെറുതെ ഇരുന്നും ചിന്തിച്ചും മനോഹരമായി ആസ്വദിച്ച് മരിക്കേണ്ട ആയുസിനെ ചുരുക്കി ജീവിതം നശിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു പാവം ആയുസെത്താതെ മരിച്ചു എന്നും. സത്യത്തിൽ റിട്ടയർമെന്റ് കഴിഞ്ഞല്ലേ നാം സ്വയം ഒന്ന് വിലസി ആരുടെയും ആജ്ഞയ്ക്കൊത്തല്ലാതെ സ്വന്തം തീരുമാനത്തിൽ ജീവിക്കാൻ തുടങ്ങേണ്ടത്. അതായത് ഒരു രണ്ടാം യൗവനം എന്നൊക്കെ പറയാം. എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഒറ്റയ്ക്കോ കൂട്ടായോ പല പ്രവർത്തനങ്ങളും തുടങ്ങാനും പലരുടെയും തെറ്റായ പ്രവർത്തനങ്ങളെ തടയാനിറങ്ങാനും അങ്ങനെ നല്ലൊരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാനും എല്ലാം കഴിയില്ലേ? അതില്ലാത്തത് കൊണ്ടാണ് പ്രായമായതും ആരോഗ്യമുള്ളതുമായ മലയാളികൾ കുറവും. ചെറുപ്പക്കാരേക്കാൾ എണ്ണത്തിൽ കൂടുതൽ ആരോഗ്യമുള്ള പ്രായമായവർ ജപ്പാനിൽ കൂടുതലും. ഒറ്റയ്ക്കോ ഗ്രൂപ്പായിട്ടോ ദിവസവും എക്സർസൈസ് ചെയ്യാൻ ഇറങ്ങുന്നവരാണ് ജപ്പാൻകാർ. അവരുടെ ദിനചര്യയുടെ ഒരു ഭാഗം തന്നെയാണ് ഈ എക്സർസൈസും മെഡിറ്റേഷനും. ഈ നിമിഷത്തെ ആസ്വദിച്ച് അതിൽ ജീവിക്കാൻ ഇതവരെ സഹായിക്കുന്നു. സ്ട്രെസ് ഇല്ല എന്നതാണ് അവരുടെ സൗന്ദര്യത്തിൻ്റെ പ്രധാന ഘടകം. സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ട പ്രത്യേക മെഡിറ്റേഷനുകളും എക്സർസൈസുകളും അവർ പരിശീലിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ അവർ കാൽനടയ്ക്ക് പ്രാധാന്യം നൽകുന്നു. അവരുടെ ഓഫീസുകളിൽ സ്ട്രെച്ചിങ് പോലുള്ള എക്സർസൈസുകൾ ഇടവേളകളിട്ട് ചെയ്യണം എന്നത് നിർബന്ധമാണ്. ജോലിസ്ഥലത്തെ സമ്മർദ്ദം കുറയ്ക്കാൻ ഇത് വളരെയധികം അവരെ സഹായിക്കുന്നുണ്ട് പോലും. അവരുടെ ശരീരത്തിൻ്റെ ഘടന പോലും അവർ ശ്രദ്ധിക്കാറുണ്ട്. ഒടിഞ്ഞു മടങ്ങിയല്ല, സ്ട്രെയിറ്റായി ആത്മവിശ്വാസത്തോടെ നടക്കാനും ഇരിക്കാനും അവർ എപ്പോഴും ശ്രദ്ധിക്കുന്നു. നമ്മൾ മലയാളികളുടെ നടപ്പിൽ നിന്നല്ല, മുഖത്ത് നോക്കി സംസാരിക്കുന്നതിലും കൂടി ഇല്ലാത്ത ആത്മവിശ്വാസത്തെ ഇപ്പോൾ പറയാതിരിക്കാൻ വയ്യ. പ്രത്യേക കുറിപ്പ്: ആത്മവിശ്വാസം കൈമുതലായുള്ളവർ രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ, ഏതവസ്ഥയിൽ നിന്ന് വന്നവരായാൽ പോലും. അതും പറയണമല്ലോ. നമ്മൾ മലയാളികൾക്ക് എക്സർസൈസ് ചെയ്യുന്നവരെ കണ്ടാൽ നോക്കി നിൽക്കാനും രസിക്കാനും ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. എന്നാൽ നമ്മൾ ചെയ്യാൻ ഇറങ്ങി തിരിച്ചാലോ പലവിധ തടസ്സങ്ങൾ പറഞ്ഞ് ഇടയ്ക്ക് എവിടെയെങ്കിലും നിർത്തിപ്പോരും. നമ്മുടെയൊക്കെ ഓഫീസുകളിലെ വർക്ക് പ്രഷർ പറയുകയും വേണ്ട. എത്ര പണി കൂടുതൽ ചെയ്ത് പ്രൊമോഷൻ വാങ്ങാമെന്നാണ് പലർക്കും ചിന്ത. അപ്പോഴെന്ത് റിലാക്സേഷൻ, എന്ത് മെഡിറ്റേഷൻ? എൻ്റെ പ്രൊമോഷൻ മറ്റൊരുത്തൻ തട്ടിയെടുത്താൽ തീർന്നില്ലേ? നമ്മൾ വർക്ക് പ്രഷർ തീർക്കുന്നത് ബോഡി സ്ട്രെച്ചിങ് ചെയ്തിട്ടല്ല, നാവിൻ്റെ സ്ട്രെച്ചിങ് ചെയ്തിട്ടാണെന്ന് പറയേണ്ടി വരും. മനസ്സിലായില്ലേ? ഓഫീസിലെ പ്രഷർ തീർക്കുന്നത് വീട്ടിൽ വന്ന് അവിടെയുള്ളവരോട് കുറേ ഒച്ച വെച്ചിട്ടാവും, അത്ര തന്നെ. ജാപ്പനീസിൻ്റെ അടുത്ത പ്രത്യേകതയാണ് നന്ദിയുള്ളവർ ആയിരിക്കുന്നു എന്നത്. അവർ സ്വന്തം ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു.
നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ടേ അവർ ഭക്ഷണം പോലും കഴിക്കാൻ ആരംഭിക്കൂ. സ്വന്തം കാര്യം, സ്വന്തം കുടുംബം എന്നതിനേക്കാൾ സോഷ്യൽ ലൈഫ് ഇഷ്ടപ്പെടുന്നവരാണവർ. നമ്മൾ മലയാളികൾ സ്വന്തം കാര്യം മാത്രം നോക്കി ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ മിടുക്കരല്ലേ? എങ്ങനെ ഞാൻ വളരാൻ വേണ്ടി മറ്റുള്ളവർക്കിട്ടൊരു പണി കൊടുക്കാമെന്ന് ചിന്തിപ്പിച്ച് തലച്ചോറിനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ ബിരുദർ. സമൂഹത്തിലും നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന പലതും വാർത്തകളിൽ മാത്രം കണ്ട് അഭിപ്രായം പറഞ്ഞിരിക്കാൻ മുൻപർ. സ്വന്തം ഗുണത്തിനായല്ലാതെ നാടിന്റെ നന്മയ്ക്കായി സമൂഹത്തിലേക്ക് ഇറങ്ങുന്നവർ ചുരുക്കം. ഭാഷ അറിയാത്തവർ പോലും ജപ്പാനിലെത്തിയാൽ മനസ്സ് നിറഞ്ഞേ തിരിച്ചു പോരുമെന്ന് പോയവരുടെ അഭിപ്രായം. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ജപ്പാൻകാരുടെ ഭക്ഷണക്രമമാണ്. വയറിന്റെ 80% മാത്രം നിറയ്ക്കുക എന്നതാണ് അവരുടെ രീതി. വളരെ ചെറിയ ചെറിയ പാത്രങ്ങളിലായി പലതരം ഭക്ഷണങ്ങൾ അവർ എടുക്കുന്നു. അതിൽ മത്സ്യം, മാംസം, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, വിറ്റമിനും മിനറലും അടങ്ങിയ ഫുഡ് ഐറ്റംസ്, സോയ ഉൽപ്പന്നങ്ങൾ, ഹോൾ ബ്രെഡ്, അങ്ങനെ പലവിധ ഐറ്റംസും ഉൾപ്പെടുത്തും. ചെറിയ ചെറിയ അളവ് എടുക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം ഭക്ഷിക്കാൻ അവർക്ക് സാധിക്കുന്നു. വളരെ സാവധാനത്തിൽ ആസ്വദിച്ചിരുന്നാണ് അവരുടെ കഴിപ്പ്. ഓരോ ഭക്ഷണവും അതിൻ്റെ രുചിയും മണവും ആസ്വദിച്ച് കഴിക്കുന്നവർ. അവർ കഴിവതും ഫ്രഷായി മാത്രം ഫുഡ് കഴിക്കുന്നവരാണ്. പ്രോസസ്ഡ് ഫുഡോ സ്നാക്സ് മുതലായവ ഒഴിവാക്കുന്നവരാണ്. പഞ്ചസാര ഉപയോഗിക്കാതെയുള്ള ജീവിതമാണ് അവർ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ മലയാളികൾ പിന്നെ പറയണ്ടല്ലോ, ഭക്ഷണ പ്രേമികളാണ്. വലിയ വലിയ ടേബിളുകളിൽ ഇല വെട്ടിയും വലിയ പ്ലേറ്റിൽ ഇഷ്ടപ്പെട്ടതെല്ലാം എടുത്തും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ. ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നുകിൽ TV അല്ലെങ്കിൽ മൊബൈൽ, അതുമല്ലെങ്കിൽ ഒരു ബുക്കിലെങ്കിലും കണ്ണും നട്ട് എന്താണ് കഴിക്കുന്നതെന്ന് പോലും അറിയാതെ ജീവിക്കുന്നു പലരും. വയർ വല്ലാതെ നിറഞ്ഞു കഴിയുമ്പോൾ പ്ലേറ്റിലേക്ക് നോക്കും. അപ്പോഴും കാണാം ഒരു നേരത്തേക്ക് വേണ്ട ആഹാരം ഇനിയും ബാക്കി. മധുര പദാർത്ഥങ്ങൾ, കുപ്പികളിൽ വരുന്ന പാനീയങ്ങൾ, ജങ്ക് ഫുഡ് എന്ന് വേണ്ട എന്തും നാം ഹൃദയം തുറന്ന് സ്വീകരിക്കും. കൂടെ ഇതുവരെ പേരിടപ്പെടാത്ത രോഗങ്ങളും. അല്പം നടത്തും രാവിലെയോ വൈകിട്ടോ ചെയ്താൽ പോലും പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമായനി. പ്രകൃതിയുമായി ഇണങ്ങിച്ചേരാനും നല്ല സുഹൃത്തുക്കളുമായി ഇടപഴകാനും ഇഷ്ടപ്പെടുന്നവരാണ് ജപ്പാൻകാർ. നമുക്കൊരു പഴഞ്ചൊല്ലില്ലേ, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന്. പഴഞ്ചൊല്ലുകളാലും സന്മാർഗ ഉപദേശങ്ങളാലും മുത്തശ്ശി കഥകളാലും നാം സമ്പന്നർ തന്നെ. എന്നാൽ പ്രായോഗിക ജ്ഞാനം നന്നേ കുറവെന്ന് വേണം പറയാൻ. പ്രകൃതിയിൽ നിന്നും കിട്ടുന്നത് എന്തും സ്വന്തമാക്കാൻ ജാപ്പനീസിന് നല്ല ബിരുദാണ്. ഏത് പ്രായക്കാരും കൃഷിപ്പണി ചെയ്യുന്നു, കുന്നുകളും മലകളും താണ്ടുന്നു. അതിരാവിലെ അവർ സൂര്യൻ ഉദിക്കും മുമ്പ് ഉണർന്ന് കൃത്യമായ എക്സർസൈസുകൾ ചെയ്യുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിൻ ഡിയാൽ സമ്പന്നർ. അതിനാൽ തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥകൾ ഇല്ല എന്ന് തന്നെ പറയാം. രാത്രിയിൽ നേരത്തെ ഉറങ്ങുന്നതിനാൽ രാവിലെ ഉണരാൻ എളുപ്പമാണ് അവർക്ക്. നമുക്ക് പിന്നെ രാത്രിയിലാണ് മൊബൈൽ ചെക്ക് ചെയ്യലുകളും ആഘോഷങ്ങളും എല്ലാം. പിന്നെ രാവിലെയല്ലേ ഒന്ന് ക്ഷീണം തീർക്കാൻ പറ്റൂ. എല്ലാത്തിലും ഒരു തലതിരിവ് തോന്നുന്നില്ലേ? ഇല്ലെങ്കിൽ എന്തോ പന്തികേടുണ്ട് കേട്ടോ. വൃത്തിയുടെ കാര്യത്തിലും ജപ്പാൻകാർ ഒരു പടി മുൻപന്തിയിൽ തന്നെ. ഒരു ദിവസത്തിന്റെ തുടക്കം തന്നെ വൃത്തിയാക്കലിൽ തുടങ്ങാൻ അവർ ഇഷ്ടപ്പെടാറുണ്ടത്രേ. എടുത്ത വസ്തുക്കളെല്ലാം കൃത്യമായി അതതിൻ്റെ സ്ഥാനത്ത് വയ്ക്കാൻ അവർ ശ്രദ്ധിക്കുന്നു. ശരീരത്തിന്റെ വൃത്തിയും അതുപോലെ തന്നെ. അസുഖങ്ങളെ അകറ്റി നിർത്താനായി മുങ്ങിക്കുളിയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അവിടങ്ങളിലുള്ള മിക്ക വീടുകളിലും ബാത്ത് ടബുകൾ ഉണ്ടത്രേ. ശരീരം മുഴുവനായി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് മാനസിക ശാരീരിക ആരോഗ്യത്തിന് വളരെ സഹായകരമാണെന്ന് അവരുടെ കണ്ടെത്തൽ. നമ്മൾ മലയാളികളുടെ വീടിന്റെ പരിസരത്തുകൂടി ഒരു കൈത്തോടെങ്കിലും ഇല്ലാത്തവർ കുറവല്ലേ? എന്നിട്ടോ സ്വന്തം വീടിന്റെ ഉള്ളിൽ കുളിമുറിയിൽ കപ്പിൽ കോരി ഒഴിച്ചല്ലാതെ കുളിക്കാൻ നാം ഇഷ്ടപ്പെടുന്നില്ല. വൃത്തിയുടെ കാര്യം നമ്മൾ പറയുകയും വേണ്ട. വീട് അടുക്കിപ്പെറുക്കി വെക്കാൻ സമയമില്ലാത്ത നമ്മൾ എങ്ങനെ പരിസരവും നാടും ശുചിയാക്കും? ജാപ്പനീസ് അവരുടെ പാഷന് പിന്നാലെ പോകുന്നവരാണ്. നല്ല ശമ്പളം നോക്കി ഇഷ്ടമില്ലാത്ത ഏത് ജോലിയും സഹിച്ചുകൊണ്ട് ചെയ്യുന്നവരല്ല അവർ. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന ജോലി ഏറ്റവും ആത്മാർത്ഥമായി ചെയ്യുന്നതിനും റിലാക്സായി ദിവസങ്ങൾ ചിലവഴിക്കുന്നതിനും അവർക്ക് സാധിക്കുന്നു. നമുക്കൊരു മാറ്റം ഉണ്ടാവണമെന്ന് എല്ലാവർക്കും അറിയാം. അതായത് തിയറി എല്ലാവർക്കും അറിയാം, പ്രാക്ടിക്കലിനാണ് മാർക്ക് വേണ്ടത്. ചെയ്തു തുടങ്ങിയാൽ തീരാത്തതായി ഒന്നുമില്ല. നമ്മുടെ മനസ്സാണ് നമ്മുടെ മിത്രവും ശത്രുവും. അവനെ അനുസരിച്ചാൽ അവൻ നമ്മുടെ ശത്രു. നാം പറയുന്നതിനനുസരിച്ച് സഞ്ചരിക്കാൻ മനസ്സ് തയ്യാറായാലോ അവൻ നമ്മുടെ മിത്രം മാത്രമല്ല, വിജയിച്ചു വരും വരെ ഉറ്റ തേരാളി തന്നെ ആയിരിക്കും. എന്നാൽ ഇനി നാളെ നാളെ എന്നൊരു പതിവ് മാറ്റാൻ തീരുമാനിച്ചാലോ? ഇപ്പോൾ തുടങ്ങണം. ആദ്യം ഒരു സമയ ക്രമീകരണം ഉണ്ടാക്കണം. ടൈം ടേബിൾ എഴുതി ഉണ്ടാക്കുക തന്നെ വേണം. സമയം ഫലപ്രദമായി എങ്ങനെ വിനിയോഗിക്കാം എന്നൊരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ. കാണാത്തവർ ഒന്ന് കാണണേ, ഉപകാരപ്രദമാണ്. ടൈം ടേബിൾ ഉണ്ടാക്കിയ ശേഷം ഇന്ന് തന്നെ ആരംഭിക്കാം. പുതിയ തുടക്കങ്ങൾ ഒരിക്കലും താമസിപ്പിക്കരുത്. മറ്റുള്ളവരുടെ നേട്ടങ്ങളിലേക്ക് നോക്കാതെ നാം ഉയരാനും നേടാനും സമയം കണ്ടെത്തുക. പട്ടാള ചിട്ടയൊന്നും വേണ്ടെന്നേ, ചെറിയൊരു നിയന്ത്രണം, ഒരടുക്കും ചിട്ടയും ജീവിതത്തിൽ വരുത്തുക, അത്രമാത്രം. പക്ഷേ അതിൻ്റെ എഫക്റ്റ് വളരെ വലുതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായോ? ആയെങ്കിൽ ലൈക്ക് ചെയ്യണേ. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്